How to fix BGMI lag. യൂട്യൂബിൽ തന്നെ ടോപ്പ് സെർച്ചിൽ നിൽക്കുന്ന ഒരു കീവേഡാണ് ഇത്. ഇത് യൂസ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ വീഡിയോസ് കാണാനായിട്ട് പറ്റും. അതിൽ കോൺഫിഗ് ഫയൽസ്, GFX ടൂൾ, കസ്റ്റമൈസ് എന്നിങ്ങനെ പല ടൈപ്പ് ഓഫ് മെത്തേഡിലൂടെയും ആ ഒരു വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടാവും. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഹൗ ടു ഫിക്സ് BGMI lag യൂസിങ് എ GFX ടൂൾ എന്നതിനെ കുറിച്ചിട്ടാണ്. GFX ടൂൾ എന്ന് പറയുന്ന ഒരു ഗെയിം ഒപ്റ്റിമൈസിങ് ടൂളാണ്. അതായത് നമ്മൾ കളിക്കുന്ന ഒരു ഗെയിമിൻ്റെ അകത്തെ സെറ്റിങ്സിന് പുറമെ നമുക്ക് എക്സ്റ്റേണലായിട്ട് കോൺഫിഗർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് GFX ടൂൾ. സോ GFX ടൂൾ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് കൂടിയുണ്ട്. അത് ഞാൻ വീഡിയോയുടെ അവസാനത്തിൽ പറഞ്ഞുതരാം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു GFX ടൂളാണ്. GFX ടൂൾ പ്രോ ഫോർ PUBG ഓർ BGMI എന്ന് പറയുന്ന GFX ടൂൾ. സോ നമുക്ക് കൂടുതൽ സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. സോ നിങ്ങൾക്ക് ആപ്പ് ഓപ്പൺ ചെയ്ത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് പറ്റുക. അപ്പോൾ നമുക്കിവിടെ ആദ്യം തന്നെ ഉള്ളത് നമ്മുടെ ഗെയിമിൻ്റെ വേർഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. നമ്മളിവിടെ BGMI സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് അപ്പോൾ തന്നെ വെറുപ്പിക്കാനായിട്ട് ആഡ് വരും. സോ അത് കഴിയുന്നവരും വെയിറ്റ് ചെയ്തിരിക്കുക. ദെൻ രണ്ടാമതായിട്ടുള്ള നമുക്ക് ഗെയിമിൻ്റെ റെസൊല്യൂഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. ഞാൻ കൊടുത്തിരിക്കുന്ന അതേ റെസൊല്യൂഷനിലാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഇതാണൊരു മീഡിയം ടു ആവറേജ് വരുന്ന എല്ലാ ഫോണുകൾക്കും കറക്റ്റായിട്ട് പറ്റുന്ന ഒരു റെസൊല്യൂഷനാണിത്. സോ മാക്സിമം റെസൊല്യൂഷൻ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തായിട്ട് വരുന്ന ഗ്രാഫിക്സിൻ്റെ ഓപ്ഷനാണ്. OBSൽ അത് സ്മൂത്തിൽ ഇട്ട് കൊടുക്കുക. സോ അടുത്തായിട്ട് വരുന്ന മെയിൻ സെക്ഷനാണ് FPS. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 50 to 20 FPS കിട്ടുന്ന ഒരു ഫോണാണ് നിങ്ങൾ മാക്സിമം ഒരു 30 FPS വരെയൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഒരു 40 FPS കിട്ടുന്ന ഫോണുകൾ മാത്രമാണെങ്കിൽ നിങ്ങൾ 60 പുഷ് ചെയ്യുക. ഓക്കെ. സോ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ ഞാൻ വീഡിയോയുടെ അവസാനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സോ വീഡിയോ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കും. പിന്നെ വരുന്നത് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാനായിട്ട് പറ്റും. അതായത് അത് വലുതായിട്ട് നമ്മുടെ ഗെയിമിനെ ബാധിക്കാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്റ്റൈലിൽ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ദെൻ അതിന് താഴോട്ടുള്ള എല്ലാ ഓപ്ഷൻസും നിങ്ങൾ ലോയിലാണ് ഇട്ട് വെച്ചിട്ടുള്ളതെന്ന് ഉറപ്പ് വരുത്തുക. കളർ ഫോർമാറ്റ് 32 ബിറ്റ് ആക്കുക. സോ അടുത്തായിട്ട് വരുന്ന ഗ്രാഫിക്സ് API എന്ന് പറയുന്ന ഓപ്ഷനാണ്. അവിടെ നിങ്ങൾ OpenGL സെലക്ട് ചെയ്ത് കൊടുക്കും. സോ ഇത് കഴിഞ്ഞ് അടുത്തായിട്ട് വരുന്നതാണ് GPU ഒപ്റ്റിമൈസേഷൻ. അത് എനേബിൾ ആക്കി വെക്കുക. ആൻഡ് സൗണ്ട് ക്വാളിറ്റി ഹൈലിട്ട് വെക്കുക. അതാണ് ഒരു മീഡിയം ലെവല്. അത് ഹൈലൈറ്റ് ആക്കിയിട്ട് വെച്ചാൽ മതി. ആൻഡ് വാട്ടർ റിഫ്ലക്ഷൻ ഡിസേബിൾ ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് സേവ് കൺട്രോൾസ് എനേബിൾ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അക്സെപ്റ്റ് കൊടുക്കാവുന്നതാണ്. സോ അക്സെപ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളെ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറയും. അവിടെ നിങ്ങൾ യൂസ് ദിസ് ഫോൾഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണാനായിട്ട് പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഫൈനലായിട്ട് നിങ്ങൾക്ക് ബാക്ക് അടിച്ച് വന്നിട്ട് റൺ ഗെയിം കൊടുത്താൽ നിങ്ങൾക്ക് ഗെയിം ഓപ്പൺ ആവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ആപ്പിൽ ചെയ്യാൻ. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെയാണ് നമുക്ക് BGMI lag ഒരു പരിധി വരെ കുറക്കാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഇതൊരു ആക്ച്വൽ 100% സൊല്യൂഷൻ എന്നല്ല. നമുക്കൊരു പരിധി വരെ ഇത് വെച്ചിട്ട് നമുക്ക് ലാഗ് കുറക്കാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് നിങ്ങൾ ഒരു ആപ്പ് യൂസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ഇത് വെച്ചിട്ട് നിങ്ങളുടെ ഫോണിനെ ഓവർ പവർ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ പല കോമ്പോണൻസിനെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോൺ ചില സമയത്ത് ലാഗ് ആവുന്ന കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിലൊരു 40 FPS ഒക്കെ കിട്ടുന്നൊരു ഫോണാണ്. നിങ്ങളത് വെച്ചിട്ടൊന്നും ഒരിക്കലും 90 FPS വരെ ഒന്ന് പുഷ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. സോ അത് നിങ്ങളുടെ ഫോണിനെ തന്നെ ഭാവിയിൽ ബാധിക്കുന്നതുകൊണ്ടാണ് ആ ഒരു കാര്യം ഇപ്പോൾ തന്നെ ഞാൻ പറയുന്നത്. സോ വീഡിയോ യൂസ്ഫുൾ ആയിരുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ല, ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയെ ജോയിൻ ചെയ്യുക. സോ അടുത്തൊരു കിടക്കാച്ച വീഡിയോ കിട്ടുന്നത്. ബൈ ബൈ.